ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് കൊണ്ടാട്ടമാണ്. ബീഫ് കൊണ്ടാട്ടം നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. നല്ല ടേസ്റ്റാണ്, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മൾ പുറത്തുനിന്നൊക്കെയാണ് സാധാരണ വാങ്ങിക്കുന്നത്, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമുക്കത് എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. അപ്പോൾ ആദ്യത്തിനായിട്ട് നമുക്ക് ബീഫ് ഒന്ന് വേവിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു അര കിലോനാണ് എടുത്തിട്ടുള്ളത് ബീഫ്. അപ്പോൾ അത് കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ടീസ്പൂണാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പൊക്കെ ഒന്ന് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒരു 1/4 കപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത്രയും മതിയാവും. അപ്പോൾ ഒന്ന് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം. ഒരു 5-6 വിസിലൊക്കെ നമ്മുടെ ബീഫിനനുസരിച്ചിട്ടും ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചും മാറ്റം വരും. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അത് വെള്ളത്തിൽ നിന്നൊന്ന് കോരിയിട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. വെള്ളത്തിൽ നിന്നൊന്ന് കോരിയിട്ട് നമുക്ക് ബീഫ് മാത്രമായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 1.5-2 ടീസ്പൂൺ എടുത്ത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ എടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചൊരു 1/2 ടീസ്പൂണൊക്കെ എടുത്ത് പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കണം. ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് വേവിച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ, ബീഫ് സ്റ്റോക്ക്, അതും കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് വെക്കാം. ഇതൊരു 2 മണിക്കൂർ, ചുരുങ്ങിയത് 2-3 മണിക്കൂർ വെക്കാം. നമുക്ക് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കാം. നന്നായിട്ടൊന്ന് പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്, മസാല ഒക്കെ നന്നായിട്ട്. ഇനി നമുക്കൊരു 3 മണിക്കൂറിനൊക്കെ ശേഷം നമുക്ക് ബീഫ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാൻ ആദ്യം തന്നെ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഒറ്റ ട്രിപ്പിന് ഉള്ളെങ്കിൽ 2 ബാച്ചായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. തിരിച്ചിടണമെന്നില്ല, മൊത്തത്തിലൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഓരോന്നായിട്ട് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ബീഫൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ആദ്യമിട്ട ബീഫ് ഇവിടെ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ബീഫ് ഇരിക്കുന്നത്. നമ്മൾ കോൺഫ്ലവർ മൈദ ഒക്കെ ഇട്ടതാണല്ലോ. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരുപാട് എല്ലാതും കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ 2 ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബീഫ് അത്യാവശ്യം ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യണം. അത് നന്നായിട്ട് ബീഫ് വേവാനുള്ളതാണല്ലോ. ഞാൻ വേവിക്കുമ്പോൾ ഒരു 85% ഒക്കെയാണ് വേവിച്ചെടുത്തത്. കാരണം പിന്നെ ഒന്നുകൂടെ നമ്മൾ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വേവിക്കുമ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കണ്ട. അപ്പോൾ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ അത് നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 85% ഒക്കെ വേവിച്ച ശേഷം ബാക്കി നമുക്ക് ഇതിൽ വേവിക്കാം. അപ്പോൾ ബീഫൊക്കെ ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കൊണ്ടാട്ടമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 പച്ചമുളക്, ഉണക്കമുളകും 2-3 കൊണ്ടാട്ടമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു കൊണ്ടാട്ടമുളക് ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ ഉണക്കമുളക് മാത്രം ഇട്ട് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് തന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും
വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 7-8 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ സവാളക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു 10, 20, 25 ചെറിയ ഉള്ളി ഉണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാളയും ചേർക്കാം, പക്ഷേ ചെറിയ ഉള്ളിയാണ് ഒന്നുകൂടെ ടേസ്റ്റ്. നന്നായിട്ട് നമുക്കൊന്ന് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. നമുക്കത് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ തന്നെ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ പെരുംജീരകപ്പൊടി, ഇതൊക്കെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സോസാണ്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ സോസാണ് ചേർത്തിട്ടുള്ളത്. സോസിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുന്നത്. സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. നല്ല എരിവുണ്ടാവും. അപ്പോൾ ചില്ലി ഫ്ലേക്സ് നമ്മുടെ ചില ചില്ലി ഫ്ലേക്സ് നല്ല എരിവുണ്ടാവും, അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നല്ല എരിവുള്ളതാണ്, അപ്പം അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ ബീഫിൻ്റെ സ്റ്റോക്ക് കുറച്ചുകൂടി ഉണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കതൊന്ന് ആയി വരുമ്പോൾ അതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ബീഫ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊന്നും പറയുന്നില്ല, എന്നാലും എപ്പോഴും ബീഫ് വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ അല്ലേ എപ്പോഴും വാങ്ങുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 2-3 സ്റ്റെപ്പൊക്കെ ഉണ്ട്, എന്നാലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണിത്. പൊറോട്ട, പുട്ട് എല്ലാത്തിനും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇടയ്ക്കൊക്കെ ഒരു വ്യത്യാസമായിട്ട് നമുക്ക് വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ. എപ്പോഴും ബീഫ് കറി, ബീഫ് കൊണ്ട് വരട്ടിയത് അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.